യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പല കുടുംബങ്ങളിലും സമൂഹത്തിലും രാജ്യത്തുമൊക്കെ ഇല്ലാത്തതും മനുഷ്യന് ഒത്തിരി കിട്ടാൻ ആഗ്രഹിക്കുന്നതുമായ ഒന്നാണ് സമാധാനം. ഈ സമാധാനം ലോകത്തിലുണ്ടാക്കുവാൻ ആരെങ്കിലുമൊക്കെ വളരെയധികം പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നോബൽ സമ്മാനം നൽകി ലോകം ആദരിക്കാറുണ്ട്. അത്രയ്ക്കും വലിയ ഒരു ആവശ്യമായിട്ട് സമാധാനം ഇന്ന് മാറിയിരിക്കുകയാണ്. ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത് വെടിനിർത്തലും പരസ്പരമുള്ള ധാരണയിലുമൊക്കെ ഉണ്ടാക്കുന്ന സമാധാനമാണ്. ഏത് സമയത്തും വീണ്ടും അസമാധാനത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ അസ്വസ്ഥരായി ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഉദ്ധിതനായ കർത്താവ് നമ്മളോട് പറയുന്നു, അവിടുത്തെ സമാധാനം അവിടുന്ന് തരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ യാതൊരു അസ്വസ്ഥതയും തോന്നാത്ത രീതിയിലാണ് അവിടുന്ന് സമാധാനം തരാൻ ആഗ്രഹിക്കുക. അവിടുത്തെ സാന്നിധ്യം തന്നെ നമുക്ക് സമാധാനം തരുന്നുണ്ട്. അവിടുന്ന് ഈ ഭൂമിയിൽ ജനിച്ചു വീണപ്പോഴും മാലാഖമാർ പാടി നിങ്ങൾക്ക് സമാധാനമെന്ന്. ഉത്ഥാനത്തിന് ശേഷം അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം നിങ്ങൾക്ക് സമാധാനമെന്ന് തന്നെയാണ് അവിടുന്ന് ആശംസിച്ചത്. അവിടുത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, അവിടുത്തോട് കൂടെ നമ്മളായിരിക്കുമ്പോൾ അവിടുന്ന് തരുന്ന സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, ശാരീരികമായി എപ്പോഴും അങ്ങയുടെ അടുത്തുണ്ടാകാൻ ഞങ്ങൾക്ക് സാധിക്കില്ലെങ്കിലും ഹൃദയം കൊണ്ടെങ്കിലും അങ്ങയുടെ സന്നിധിയിൽ വസിച്ചുകൊണ്ട് അങ്ങയുടെ സമാധാനം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.